കഴിഞ്ഞില്ല എൻ്റെ ഒരു ഗോവ എന്ന് ചോദിക്കണ വരെ വീഡിയോ ഇടുന്നതാണ് കേട്ടോ തോന്നുന്നത്. അപ്പോൾ ഗോവ വീഡിയോ കഴിഞ്ഞിട്ടില്ല, ഇനിയും കുറച്ചും കൂടി ഉണ്ട്, ഷോർട്സ് ആണ് കേട്ടോ. ഇത് ഞങ്ങൾ ന്യൂ ഇയറിൻ്റെ ദിവസം ബീച്ചിൽ പോയ വീഡിയോ ആണ്. ഇതിൻ്റെയൊക്കെ ലോങ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കണു. എല്ലാത്തിൻ്റെയും വീഡിയോക്ക് താഴെ ഞാൻ ലോങ് വീഡിയോ കൊടുക്കാം, കാണാൻ താല്പര്യമുള്ളവർ ജസ്റ്റ് കണ്ടു നോക്കാം കേട്ടോ. ഞങ്ങൾ ന്യൂ ഇയർ അവിടെ ഫേമസ് ആയിട്ടുള്ള ബാഗ ബീച്ചിൽ പോയിട്ടാണ് കേട്ടോ ആഘോഷിച്ചത്. അവിടെ ഫുള്ള് ഇതേപോലുള്ള പബ്ബുകളും ബാറുകളും അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ്. നമ്മൾ ആ വഴിക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല, നമ്മൾ നേരെ ബീച്ചിലാണ് കേട്ടോ പോയത്. ഞങ്ങളെല്ലാവരും നേരെ ബീച്ചിൽ പോയി. അവിടുന്ന് പിന്നെ ഫുഡ് കഴിക്കാനൊന്ന് പുറത്ത് വന്നു. വീണ്ടും ബീച്ചിൽ വന്നതാ ന്യൂ ഇയർ കറക്റ്റ് 12 മണി ആവുന്ന ടൈമിലുള്ള ഒരു വീഡിയോ ആണിത്. കറക്റ്റ് ഞാൻ ആ ഒരു ടൈമിൽ വീഡിയോ ഓൺ ആക്കി വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. എന്തായാലും ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞ് ഒരുപാട് ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞു പോയി. പക്ഷെ എന്താ ചെയ്യുക, എൻ്റെ ആ ഒരു സ്വഭാവം മാറ്റാൻ പറ്റൂല എന്നാണ് തോന്നുന്നത്. എൻ്റെ വീഡിയോ വരാൻ കുറച്ച് വൈകും. ഇതിൻ്റെയൊക്കെ ലോങ് വീഡിയോ ഞാൻ കറക്റ്റ് ടൈമിൽ അപ്ലോഡ് ചെയ്തിരിക്കണു. കാണാത്തോളൂ ജസ്റ്റ് ഞാൻ താഴെ കൊടുക്കാൻ കണ്ടു നോക്കുക. ഫുൾ കാര്യങ്ങൾ നമ്മൾ ഗോവയിൽ വന്നതും എല്ലാ കാര്യങ്ങളും ഞാൻ ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. ബീച്ചിൽ ഞങ്ങൾ നല്ല ഉഷാറായിട്ട് തന്നെ ആഘോഷിച്ചു. ഞങ്ങൾക്ക് ആകെ ഒരു കാര്യം മിസ് ചെയ്തോളൂ, സുനീറില്ല, നിഷാദില്ല, ഫാമിലിയിലെ വേറെയുള്ള ആരും ഇല്ല. അത് മാത്രമുണ്ടോ മിസ് ചെയ്തത്. എവിടെ പോകുമ്പോഴും ഫുള്ളായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റണമെങ്കിൽ നമ്മളെല്ലാവരും വേണം, അല്ലാതെ അത് ഫുള്ളാവില്ല. ഷൈനി അനുവിനെ എനിക്ക് നല്ലോണം മിസ് ചെയ്തിട്ടുണ്ട്. ഓലില്ലാതെ അങ്ങനെ ഇങ്ങനത്തെ ഐറ്റംസ് പരിപാടിക്കൊന്നും അങ്ങനെ പോകലില്ല. പിന്നെ ഞങ്ങൾ തിരിച്ചു വന്നപ്പോഴത്തേക്കും ഏകദേശം 4 മണി കഴിഞ്ഞിരുന്നു കേട്ടോ. റൂമിലെത്തി നല്ലൊരു ഉറക്കം പാസ്സാക്കി. പിറ്റേ ദിവസം നമുക്ക് ട്രെയിൻ ലേറ്റാന്ന് അറിഞ്ഞിട്ട് പിന്നെ നമ്മൾ മാറ്റി ഒരുങ്ങി ഇറങ്ങിയപ്പോഴത്തേക്ക് ഉച്ചയായിരുന്നു. പിന്നെ ഇതാ ഫുഡ് കഴിക്കാനാണ് നേരെ പോയത്. ഞാൻ വെറുംചോറാണ് കേട്ടോ പറഞ്ഞത്. നല്ല കിഡിലനൊരു ചെമ്മീൻ്റെ ഐറ്റം ഉണ്ടായിരുന്നു. ഇതാണ് കേട്ടോ ഐറ്റം. ഇതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്നുള്ളത് ഇതൊക്കെ അറിയാമെന്നാണ് പറഞ്ഞത്. ചോദിച്ച് മനസ്സിലാക്കി ഇവിടെ ഉണ്ടാക്കണം. ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഫുൾ ചോറ് അത് വെച്ചിട്ടാണ് തിന്നത്. അത്രയും ടേസ്റ്റാണ്. പിന്നെ അവിടുത്തെ മീൻ പൊരിച്ചതിനും ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ റവ കൂട്ടിയിട്ടാണ് ഓല് പൊരിക്കണത്. അതിൻ്റേതായിട്ടുള്ളൊരു പ്രത്യേക ക്രിസ്പിനെസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അച്ചാറുമൊക്കെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. കൂടുതലായിട്ടും ഈ ഒരു ചമ്മന്തി ഐറ്റാണ് എനിക്ക് ഇഷ്ടമായത്. പിന്നെ ലാസ്റ്റ് ഈ ഒരു വെള്ളവും കുടിക്കാണ്ടായിരുന്നു. ഇത് അടിപൊളിയാണ് കേട്ടോ. ആ വെള്ളം എന്താണെന്ന് അറിഞ്ഞില്ലെങ്കിലും കുടിക്കാൻ അടിപൊളിയാണ്. അടുത്ത പ്രാവശ്യം വരുമ്പോൾ നിതനോട് ഞാനത് കൊണ്ടുപോകാൻ വേണ്ടി പറഞ്ഞു കേട്ടോ. പിന്നെ അതാ ഞങ്ങളെ ട്രെയിൻ കയറ്റാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു തത്രപ്പാടിലാണ് നിതയും മോനും ഒക്കെ. സോറി, മോനും വരുന്നുണ്ട്, നിത ആ ഒരു തത്രപ്പാടിലാണ്. ഒന്ന് മനസ്സറിഞ്ഞ് സങ്കടപ്പെടാൻ ഞങ്ങൾക്ക് ഒന്ന് കെട്ടിപ്പിടിച്ച് യാത്ര പറയാനും കൂടിയും പറ്റില്ല കേട്ടോ നിതനോട്. മോനും പിന്നെ അങ്ങനെ ഇറങ്ങി ഓളത്ത് നിന്നിരുന്നു. ട്രെയിൻ ഞങ്ങൾക്ക് ആദ്യം മിസ്സായിരുന്നു. പിന്നെ നിതയുടെ ഒപ്പമുള്ളത് ഓളെ ഫ്രണ്ട് ശീതളാണ്. ട്രെയിൻ എങ്ങനെ മിസ്സായി എന്നുള്ള ഫുൾ ട്രാജഡി ഒക്കെ നമ്മളെ ലോങ് വീഡിയോയിലുണ്ട് കേട്ടോ. താഴെ ഞാൻ വീഡിയോ കൊടുക്കാം. ഈ ട്രെയിൻ മിസ്സായെങ്കിലും നെക്സ്റ്റ് ട്രെയിൻ പിടിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മളെ ലക്ഷ്യം. പറ്റാറ്റ ബൈ ബൈ പറഞ്ഞാൽ അവിടുന്ന് പോന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബാക്കി എന്തൊക്കെയാണെന്നുള്ളത്.